അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് എനിക്കിവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡേ മൈ ലൈഫാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇഷ്ടമാണെങ്കിൽ ലൈക്കും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ ഏകദേശം ടൈം 6 മണിയൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ ചായക്കുള്ള വെള്ളം ആദ്യം തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ പുറത്ത് നോക്കിയപ്പോൾ ചെറുതായിട്ടൊരു തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഒന്ന് വെയിലുണ്ടോ ഇല്ലെന്ന് അറിയില്ല. ദിവസേ വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് എനിക്ക് വീട്ടിൽ നിൽക്കാനൊരു സമയം കിട്ടിയിട്ടില്ല കേട്ടോ. അതാണ് ഒന്നാമത് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാനൊന്ന് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നത്. ഞാൻ എൻ്റെ മോള് നെയ്നൂനെ ഉമ്മാൻ്റെ അടുത്താക്കിയിട്ടാണ് കേട്ടോ പോന്നിട്ടുണ്ടായിരുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഡിഗ്രീൻ്റെ മറ്റേ സോഷ്യൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ മോളെ അവിടെ ആക്കിയാലേ എനിക്ക് പോവൽ നടക്കുകയുള്ളൂ. അങ്ങനെ മോള് വീട്ടിലാണ് കേട്ടോ. അതിൻ്റെ വെള്ളവും കാര്യങ്ങളൊക്കെ കാഞ്ഞ് വന്നപ്പം വേഗം ചായപ്പൊടി ഇട്ട് ചായ കാച്ചിയെടുത്തിട്ടുണ്ട്. അതേ അടുപ്പത്ത് തന്നെ ഞാൻ വേഗം ചോറിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ കൂടെ തന്നെ അരി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ അധികം റൈസ് കുക്കറിലാണ് കേട്ടോ ചോറ് ഉണ്ടാക്കിയെടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആയി കിട്ടും. അതുകൊണ്ട് എനിക്ക് ചോറിൻ്റെ കാര്യത്തിൽ വല്ലാതെ ബേജാറും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എന്താ ദോശൻ്റെ മാവൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ പത്തിരിപ്പൊടി ഉപയോഗിച്ചിട്ട് തന്നെയാണ് കേട്ടോ മാവ് റെഡിയാക്കിയിട്ടുള്ളത്. വെള്ളമൊഴിച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ദോശൻ്റെ പാനിലേക്ക് ഓരോ ദോശയായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പാനായതുകൊണ്ട് തന്നെ നമ്മുടെ പൊടിയിൽ നമ്മൾ കലക്കി പറഞ്ഞ പൊടിയാണല്ലോ, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഓയിലും ആക്കി കൊടുക്കും കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നല്ല രീതിയിൽ തന്നെ ദോശ റെഡിയായി കിട്ടുള്ളൂ. പിന്നെ മമ്പയറിൻ്റെ കറി ഞാൻ തലേന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, തലേന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് വറവിട്ടെടുത്തും ചെയ്ത് അതൊന്ന് ജസ്റ്റ് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ദോശ ആദ്യത്തെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ നല്ല പോലെ ഓൾസൊക്കെ വന്നിട്ടുള്ള നീർദോശ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ, എനിക്കും ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ദോശയും കാര്യങ്ങളൊക്കെ ചുട്ടെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ചോറിൻ്റെ വെള്ളം നല്ല പോലെ കാഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല പോലെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ അരി ആ ഒരു ടൈമിൽ തന്നെ ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ വേഗം ഇതൊന്ന് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചേ. അത് കഴിഞ്ഞപ്പോൾ ചെറിക്ക് കൊണ്ടുപോകാനുള്ള ഒരു കോഴിമുട്ടയും കൂടി ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കുരുമുളകും ഉപ്പൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ കോഴിമുട്ട പൊരിച്ചെടുക്കുന്നത്. എൻ്റെ രാവിലത്തെ പണികളൊക്കെ പെട്ടെന്ന് തീരുന്നത് ഞാൻ തലേന്ന് തന്നെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. അത് തന്നെ റെഡിയാക്കി വെച്ചാൽ പിറ്റേന്നൊക്കെ നമുക്ക് ചെറിയ കടയിലേക്ക് പോകുമ്പോൾ ഏകദേശം ഒരു 8 മണിയാവും. ഇഷു മദ്രസക്ക് പോകുമ്പോൾ ഒരു 7:30 ആവും. അപ്പോഴേക്കും എല്ലാ കാര്യങ്ങളും ഞാൻ അവരുടെ കാര്യങ്ങളൊക്കെ വേഗം പെട്ടെന്ന് തന്നെ തീർത്ത് കൊടുക്കുന്നത് എനിക്ക് തലേന്ന് ചില കാര്യങ്ങൾ റെഡിയാക്കിയത് കൊണ്ടാണ് കേട്ടോ. ചില കാര്യങ്ങൾ വെച്ചാൽ ചില പ്രിപ്പറേഷൻസ് നമ്മൾ ചെയ്താൽ എന്തായാലും റെഡിയാവും. പിന്നെ മോനിക്ക് ചോറ് കൊണ്ടാകത്തോണ്ട് പ്ലേറ്റും ഗ്ലാസും പിന്നെ അതുപോലെ വാട്ടർ ബോട്ടിലിൽ ചൂടാറിയ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിക്ക് കൊണ്ടാകാനുള്ള ലഞ്ച് ബോക്സിൽ ചോറും പിന്നെ കറിക്കുള്ള മമ്പയർ കറിയാണ്, അതൊന്ന് വറവിട്ടെടുത്തിട്ടുണ്ട്. പിന്നെ കോഴിമുട്ട പൊരിച്ചതും കൂടി ചേർത്തിട്ട് ലഞ്ച് ബോക്സ് റെഡിയാക്കിയിട്ട് കൊടുത്തേക്കുന്നുണ്ട്. അവരെല്ലാവരും ചായയൊക്കെ കുടിച്ചിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് അപ്പോഴേക്ക് ചിക്കൻ ഉണ്ടായിരുന്നേ. ഐസ് പോയതിന് ശേഷം വേഗം ചിക്കൻ കറി റെഡിയാക്കി എടുത്തേ. എന്നിട്ടാണ് രാവിലത്തെ ആ ഒരു എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കുന്നത്. ഉച്ചയ്ക്കുള്ള കറിയും കൂടി നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. മമ്പയറിൻ്റെ കറി ഉണ്ട്, അപ്പോൾ ചിക്കൻ കറി രാത്രി കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചേ. പിന്നെ എനിക്കൊന്ന് പുറത്ത് പോകാനുണ്ട്, അതുകൊണ്ട് തന്നെ പണികളൊക്കെ പെട്ടെന്ന് തീർക്കുകയാണ്. പെട്ടെന്ന് വെച്ചാൽ നമ്മൾ ഒരു 10 മണിയാകുമ്പോഴേക്ക് നമ്മൾ പണികൾ കഴിയും. പിന്നെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ചെയ്യും. പിന്നെ ഞാൻ ഈ ഒരു പ്ലാന്റ്സിൻ്റെ വെള്ളവും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് 2 ദിവസമായിട്ടുണ്ട്. 2 ദിവസം വെച്ചാൽ വീട്ടിൽ നിന്ന് പോയി വന്നതിന് ശേഷം ആക്കിയിട്ടില്ല. അപ്പോൾ കുറച്ച് ദിവസം ആയിട്ടുണ്ട് കേട്ടോ. 2 ദിവസം എന്ന് പറഞ്ഞു പോയതാണ്. അങ്ങനെ ഏതായാലും അതിലെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി ആ ചെടിയൊക്കെ ഒന്ന് നനച്ചെടുത്തതിന് ശേഷം അവിടെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അകടിച്ചാരലും കാര്യങ്ങളൊക്കെയാണ്. സത്യം പറഞ്ഞാൽ വീട്ടിലുള്ളവരൊക്കെ പോയി കഴിഞ്ഞാൽ ഞാനും ഇല്ലാത്തതുകൊണ്ട് എന്തോ ഒരു മാതിരി മ്ലാനതയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ മൊത്തം ഒന്ന് അടിച്ചാരിടുന്നുണ്ട്. പിന്നെ അവരെല്ലാവരും പോയി കഴിയുമ്പോൾ അടിച്ചാരിട്ടാലേ ആ ഒരു ഇതുണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെ വെയിൽ നല്ല പോലെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അലക്കിയതൊക്കെ ഞാൻ തലേന്ന് അലക്കി വെച്ചതുണ്ടായിരുന്നേ, അതൊക്കെ ഒന്ന് വെയിൽ കൊള്ളിക്കാൻ വേണ്ടിയിട്ട് മുറ്റത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ വിചാരിക്കുന്നത് കുറച്ച് പച്ചരി ഉണ്ടായിരുന്നു, അതൊന്ന് കേകി വെയിലത്തിടണം. പത്തിരിപ്പൊടിയും കാര്യങ്ങളൊക്കെ തയ്യാറായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വേഗം അതൊന്ന് കേകിയിടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ മീൻകാരൻ വന്ന് കഴിഞ്ഞിട്ട് മീനൊക്കെ വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ച് കുറേ നേരം വെയിറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ചൊന്ന് ലേറ്റ് ആയിട്ടാണ് വന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ വാങ്ങാൻ വിചാരിച്ചല്ലേ, എനിക്കിഷ്ടപ്പെട്ട മീനൊന്നും കിട്ടിയില്ല കേട്ടോ. പിന്നെ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ളൊരു മീൻ കണ്ടപ്പോൾ അത് വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് പോന്നിട്ടുണ്ട്. അങ്ങനെ അത് മീൻ അവിടെ നേരെ കൊണ്ടുവന്ന് വെച്ചെന്നല്ലാതെ അതൊന്ന് അവരെന്നെ കട്ട് ചെയ്ത് നിന്നിട്ടുണ്ട്. അതൊന്ന് റെഡിയാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ സാവധാനം റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് മാറ്റിയതാണ്. പിന്നെ ഞാൻ പച്ചരി 6 കിലോന് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് വെയിലത്തിട്ട് ഉണക്കിയിട്ട് കണ്ട് എടുക്കണം.
അങ്ങനെ അത് നല്ലപോലെ കേക്കിയെടുക്കുന്നുണ്ട്. ചെറുതായിട്ട് ചെള്ളും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെള്ളിനൊക്കെ ഒന്ന് നല്ലപോലെ ഇളക്കി ഒഴിവാക്കിയാലേ നമുക്ക് നല്ല പത്തിരി പൊടി കിട്ടുള്ളൂ. പിന്നെ വെയിൽ കാണുമ്പോൾ പണ്ടത്തേക്ക് അവിടെ ആകുമ്പോൾ നമുക്ക് മുറ്റത്തിട്ടിട്ട് ഉണക്കണമല്ലോ, നമ്മൾ നിന്ന തറവാട്ടിൽ. പക്ഷേ ഇവിടെ ആകുമ്പോൾ നമുക്ക് വാർപ്പിൻ്റെ ഉള്ളിലിട്ട് ഉണക്കും ചെയ്യാം, പെട്ടെന്ന് ഉണങ്ങി കിട്ടും ചെയ്യും കേട്ടോ. ഒരു ദിവസം കൊണ്ട് മതി. മറ്റേ അവിടെ ആണെങ്കിൽ എന്തായാലും 2 ദിവസം എടുക്കും. മുറ്റത്തേക്ക് വല്ലാതെ വെയിലും കാര്യങ്ങളൊന്നും വരാറില്ല. അങ്ങനെ ഇതാ ഞാൻ ഊറ്റലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അത് കുറച്ച് നേരം ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വാർന്നതിന് ശേഷമാണ് പിന്നെ വെയിലത്ത് കൊണ്ടുപോയിട്ട് ഇടുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം വാർപ്പിൻ്റെ ഉള്ള അവസ്ഥ എന്താണെന്നൊക്കെ ഒന്ന് പോയി നോക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ തുണിയൊക്കെ വിരിച്ചിട്ട്, നല്ല തുണി ഉണ്ടായിരുന്നേ, അതൊക്കെ വിരിച്ച് അതിൽ ഇടാമെന്നാണ് വിചാരിക്കുന്നത്. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഇതാ എൻ്റെ ചാനലിൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാനുണ്ട്, ബെല്ലൈക്കൺ എന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അങ്ങനെ ഇതാ ഞാൻ തുണിയൊക്കെ വിരിച്ചിട്ടുണ്ട് കേട്ടോ. പായി ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ പായി വിരിക്കാഞ്ഞത്. നല്ല പായാണ്, അതൊന്നും ഇപ്പോൾ വാർപ്പിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും എന്താ പറയുക, നിരച്ചിങ്ങാണ്ട് ഇതാവും കേട്ടോ. അതിനെന്താ ഞാൻ നല്ല തുണി തന്നെ വിരിച്ചിട്ട് അതിലേക്ക് ഇതാ നമ്മൾ അരിയൊക്കെ ചേർത്തിട്ട് ഒന്ന് വെയിലത്തിട്ടിട്ട് ഉണക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. നല്ല വെയിലാണ്, കാലും പൊള്ളുന്നുണ്ട്, കുറേ നേരം നിൽക്കാനും വയ്യ കേട്ടോ. ഇത് രാവിലെ തന്നെ വെയിലത്തിട്ടുണ്ടെങ്കിൽ ഇത്ര പ്രശ്നം വരില്ല. രാവിലെ വെയിൽ ഉദിച്ച് വരുന്നുള്ളൂല്ലോ, അപ്പോൾ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ചെയ്തേ. പിന്നെ ചോറ് നല്ലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ ഉപ്പാൻ്റെ അടുത്തേക്ക് തറവാട്ടിലേക്കൊക്കെ ഒന്ന് പോയി വരാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ഓട്ടോ ഒക്കെ ഒന്ന് വിളിച്ചിട്ട് നേരെ പോകുന്നത് നമ്മളെ പണ്ടത്തെ വീട്ടിലേക്കാണ്. അവിടെ എന്തൊക്കെയൊക്കെ കോലമാറ്റവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ് അങ്ങനെ പോവുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ ഉപ്പാനെ കണ്ട് ലാസ്റ്റ് ഇതാ നമ്മൾ ഇവിടുന്ന് കുറച്ചൊന്ന് കുത്തനെ ഇറങ്ങാനുണ്ട്. ഇറങ്ങി കഴിയുമ്പോഴാണ് കേട്ടോ നമ്മൾ ആദ്യത്തെ വീട്ടിലെത്തുക. സത്യം പറഞ്ഞാൽ അവിടെ നിൽക്കാൻ കഴിയാത്ത അവസ്ഥ ആയതുകൊണ്ടാണ് നമ്മൾ പോന്നിട്ടുള്ളത്. കാരണം ഒന്നാമത് വീട് ചതലടിച്ച് അങ്ങേയറ്റെത്തിയിട്ടുണ്ട്. പിന്നെ എപ്പോഴാണെന്നറിയില്ല, നമ്മൾ ചെറിയ മക്കളെയും വെച്ച് നിൽക്കുന്നതല്ലേ, അപ്പോൾ എപ്പോഴാണ് നമ്മളെ തലയ്ക്ക് കെട്ടിമറിഞ്ഞ് വിൽക്കാമെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പം നമ്മൾ അത്രയും എന്താ പറയുക, അത് വിൽക്കാനായിട്ട് കൂടി നമ്മൾ പിന്നെയും കടിച്ചു കുടിച്ച് അവിടെ ഇങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ലാസ്റ്റ് നമുക്ക് തോന്നി ഇവിടെ നിൽക്കാൻ കഴിയൂല എന്ന് തോന്നിയപ്പോഴാണ് പിന്നെ നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഇതാ ഇവിടെ എത്തിയപ്പം ഇവിടെ എന്തൊക്കെ ഉപ്പ തെങ്ങൊക്കെ തടം തുറന്ന് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ തോലിടാൻ വേണ്ടിയിട്ട് മരമൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ കുറേ ചുള്ളിയും കമ്പും ഒക്കെ അവിടെ കാണുന്നുണ്ട്. ഞാൻ ഇറങ്ങി വരുമ്പോൾ ഇപ്പോൾ പണി കഴിഞ്ഞിട്ട് മേലോട്ട് കയറായിരുന്നു കേട്ടോ. ഇതാ ഈ തെങ്ങുമേലുള്ള ചെടിയും കാര്യങ്ങളൊക്കെ ഒന്നും ഇപ്പോൾ അവിടെ ഇല്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം വരും കേട്ടോ. കാരണം നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വളർത്തിയെടുത്ത് പിന്നെ അത് എന്താ പറയുക, നമുക്ക് ഒന്നാമത് കൊണ്ടുപോയിങ്ങാണ്ട് വളർത്താൻ കഴിയൂല. മാക്സിമം ഞാൻ ഉള്ളിടത്തോളം കൊണ്ടുപോയിങ്ങാണ്ട് വെള്ളത്തിലൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഇപ്പം നമ്മൾ നിൽക്കുന്നിടത്ത് എന്താ പറയുക ഉണ്ടാക്കുന്നത്. പിന്നെ ഇതാ ഞാൻ കുഴിച്ചിട്ട മഞ്ഞളും ചേമ്പും പിന്നെ കാവത്തും ഇതൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കർമൂസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇവിടെ നമ്മളെ ആദ്യത്തെ അടുക്കള ഭാഗത്ത് തന്നെയാണ് കേട്ടോ കുറച്ച് തോനെ കർമൂസ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കർമൂസയും പിന്നെ കുറച്ച് കാന്താരി ഉണ്ടായിരുന്നു, അത് കറിവേപ്പില ഇതൊക്കെ പറിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് മാറിയാലും ആഴ്ചയിൽ ഒരിക്കൽ എന്തായാലും നമ്മൾ ഈ ഭാഗത്തേക്ക് തന്നെ വരുന്നുണ്ട് കേട്ടോ. ഇതും നമ്മളിപ്പോൾ നിൽക്കുന്ന വീടും കുറച്ച് വ്യത്യാസമുള്ളൂ, കുറച്ച് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. എന്നാലും നമ്മൾ ആഴ്ചയിൽ ഒരിക്കലും ഇങ്ങോട്ട് വരലുണ്ട് കേട്ടോ. ഇത്രക്കും താഴപ്പോഴാണ് നമ്മൾ പിന്നെ ഇവിടുന്ന് മാറേണ്ടി വന്നത് കേട്ടോ. പിന്നെ എന്താ ഞാൻ 2-3 തേങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറേ മുന്നേ എടുത്തിട്ട തേങ്ങയാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വിൽക്കുന്ന സമയത്ത് എടുത്ത് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ തേങ്ങ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതാ തേങ്ങയൊക്കെ ഒന്ന് പൊളിച്ചിട്ട് അതും കൂടെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതാ എല്ലാം പൊറുക്കി എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും, താങ്ക് യു ഫോർ വാച്ചിങ്.